NSS ക്യാമ്പിനിടയിൽ ആർത്തവത്തിന്റെ പേരിൽ വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ് കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി രമേശിനെതിരെ പരാതി നൽകിയത്. പ്രതിഷേധം ശക്തമായതോടുകൂടി അധ്യാപകൻ അവധിയിൽ പ്രവേശിച്ചു. സംഭവത്തിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നാണ് അധ്യാപകന്റെ നിലപാട്. വിവരങ്ങളുമായി PS ശ്രീനന്ദ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീനന്ദ, എന്താണ് സംഭവം? വിശദമായി തന്നെ പറയാം. രാഖി, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജിൽ ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായത്. ഇതിന്റെ കാരണമെന്ന് പറയുമ്പോൾ ഡിസംബർ മാസത്തിൽ NSSന്റെ ഒരു മാസമുള്ള ഒരു ക്യാമ്പുണ്ട്, 10 ദിവസമുള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് നിരവധി പരിപാടികളും കായികപരമായ മത്സരങ്ങളും ഒക്കെയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, ആർത്തവപരമായ പ്രശ്നമുള്ളതിനാൽ തങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് കുറച്ച് വിദ്യാർത്ഥികൾ 14 വിദ്യാർത്ഥികൾ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് കേട്ട ശേഷം ആ ഒരു NSSന്റെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിന്റെ ചുമതലയിലുണ്ടായിരുന്ന രമേശ് എന്ന് പറയുന്ന ഹിസ്റ്ററി വിഭാഗം മേധാവി ആ ആർത്തവത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള, വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്നാണ് ഈ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്നത് വിദ്യാർത്ഥികളോട് വേറൊരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ വെച്ച് നടന്നൊരു പരിപാടിയായിരുന്നു, NSSന്റെ പരിപാടിയായിരുന്നു ഇത്. ആ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ കേട്ട് നിൽക്കെ ഈ വിദ്യാർത്ഥികളോട് ആർത്തവപരമായ അശ്ലീല പരാമർശം നടത്തിയെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഈ വിദ്യാർത്ഥികൾക്ക് ആർത്തവമുണ്ടോ ഇല്ലയോ എന്ന് വസ്ത്രം പൊക്കി നോക്കാൻ അല്ലെങ്കിൽ വസ്ത്രം മാറ്റി നോക്കാൻ തനിക്ക് കഴിയില്ലല്ലോ, ഈ വിദ്യാർത്ഥികൾ എന്തിനാണ് ഇത്തരത്തിലൊരു മുടന്ത ന്യായം പറയുന്നത് എന്നൊക്കെയുള്ളൊരു വളരെ മോശം തരത്തിലുള്ള ഒരു പരാമർശമാണ്. ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പോയി ചത്തുകൂടെ എന്നുവരെ ഈ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് പറഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ മനം നൊന്ത വിദ്യാർത്ഥികളാണ് ഈ പ്രിൻസിപ്പലിന്, അധ്യാപകന് പരാതി നൽകിയത്. പ്രിൻസിപ്പലിന് കഴിഞ്ഞ ദിവസം പരാതി കൈമാറിയിരുന്നു. പരാതിയിലാണ് ഈ വിശദാംശങ്ങളൊക്കെ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ എല്ലാവരും കോളേജിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അധ്യാപകനോട് ഈ പരാതി പറഞ്ഞ രമേശ് എന്ന് പറയുന്ന അധ്യാപകനോട് കാര്യം എന്താണെന്ന് കൗൺസിൽ യോഗത്തിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ ആരാഞ്ഞപ്പോൾ അത് സത്യസന്ധമായ കാര്യം തന്നെയാണ്, പക്ഷെ തനിക്ക് അതിൽ മാപ്പ് പറയാൻ സൗകര്യമില്ല എന്നൊരു നിലപാടാണ് ഈ താൻ ചെയ്തത് എന്താണോ അല്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച സമ്മതിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും കൗൺസിൽ യോഗത്തിൽ താൻ ഇത് സമ്മതിച്ചതായാണ് അദ്ദേഹം. ഈ ഒരു തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്ന് സമ്മതിക്കുന്ന തരത്തിലാണ് കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ മാപ്പ് പറയാൻ താൻ തയ്യാറല്ല. തൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊരു തെറ്റാണ് എന്ന് അദ്ദേഹം ഇതുവരെയും പറയുന്നില്ല. താൻ ചെയ്തത് ശരിയാണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഈ പ്രതിഷേധമുണ്ടായപ്പോൾ അധ്യാപകനോട് അവധിയിൽ പ്രവേശിക്കാൻ ഈ കോളേജ് അധികൃതർ തന്നെയാണ് അധ്യാപകനോട് പറഞ്ഞതും. ശേഷം അദ്ദേഹം ഇന്ന് മുതൽ അവധിയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഈ പ്രധാന അധ്യാപകൻ ഈ പരാതി ഉന്നയിച്ച അധ്യാപകനെതിരെ ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മറ്റുന്നതരിലേക്ക് പരാതി നൽകുമെന്നുള്ള ഒരു കാര്യമാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം ആർത്തവം എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ സ്ത്രീക്കും വളരെയധികം അവരെ മനം തരത്തിലുള്ള ഒരു പരാമർശമാണ്. നമുക്കറിയാം, ശാരീരികമായും മാനസികമായും അവർക്ക് പിന്തുണ വേണ്ട സമയത്ത് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അങ്ങേയറ്റം അപമാനകരമായ രീതിയിൽ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആർത്തവത്തിന്റെ പേരിൽ ആ പെൺകുട്ടികളെ അശ്ലീല പരാമർശം നടത്തി അധിക്ഷേപിക്കുകയായിരുന്നു ഈ അധ്യാപകൻ എന്നുള്ളതാണ്. ഈ അധ്യാപകൻ ഈ വീഴ്ച സമ്മതിക്കുന്നുണ്ട്, പക്ഷേ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നാണ് ഈ അധ്യാപകൻ പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ആണ് എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ചരിത്ര വിഭാഗം മേധാവി രമേശിനെതിരെ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധത്തിലാണ് എന്നുള്ളതാണ്.